ഇനി എന്തൊക്കെ തെളിവ് കൊണ്ടുവന്നാലും, ഏതൊക്കെ ആയത്തും ഏതൊക്കെ ഹദീസും കൊണ്ടുവന്നാലും വിനീതമായ ഒരു ചോദ്യമേ ഉള്ളൂ, മാ അന അലൈഹിൽ യൗമ വാ സുഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ചെയ്തിട്ടുണ്ടോ അത് ദീനാണ്, ചെയ്തിട്ടില്ലേ അത് ദീനല്ല. സുഹൃത്തുക്കളെ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഈ മതത്തിൽ പുതിയതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടണമെന്നാണ്. അത് പറയുമ്പോൾ ആൾക്കാർ എന്താ ചോദിക്കാരെങ്കിൽ, നിങ്ങൾ മദ്രസ ഉണ്ടാക്കിയില്ലേ, അത് ദീനിലല്ലേ? സുഹൃത്തുക്കളെ, മദ്രസ ഉണ്ടാക്കി, നമ്മൾ ആ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താ? ആ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹും റസൂലും സഹാബത്തും കണ്ടതും പഠിച്ചതുമായ കാര്യം പഠിപ്പിക്കണുള്ളൂ. ആ മദ്രസയിൽ വേറൊന്നും പഠിപ്പിക്കണില്ല. മനസ്സിലായി? അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ ആ പള്ളി പോലെയുള്ള ഈത്തപ്പനയുടെ ഓല കൊണ്ടുള്ള പള്ളി ഉണ്ടാക്കുമ്പോഴേ യഥാർത്ഥ ഇസ്ലാമാകുള്ളൂ. പള്ളി കോൺക്രീറ്റ് ചെയ്താൽ അത് ബിദ്അത്താകുമെന്ന് ലോകത്താരെങ്കിലും പറഞ്ഞു? അതല്ല സുഹൃത്തുക്കളെ ദീൻ. ദീനിൽ ഒരു കാര്യം, സുബഹി 2 റക്അത്ത് 3 ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 5 വക്ത് നിസ്കാരം 6 ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത്? അത് ദീനി പറയലാണ്. നമുക്ക് 2 പെരുന്നാളുണ്ട്, മൂന്നാമത്തൊരാഘോഷമുണ്ടെന്ന് പറയുമ്പോൾ അതാ പ്രശ്നം. നമുക്ക് 2 ആഘോഷമുള്ളൂ എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കുമ്പോൾ മൂന്നാമത്തൊരാഘോഷം പ്ലസ്സായി വരുമ്പോൾ അതിന് തെളിവ് വേണമെന്നാണ്. അതിന് തെളിവ് ചോദിക്കുമ്പോൾ മദ്രസ ഉണ്ടാക്കിയില്ലേ, ബെഞ്ച് ഉണ്ടാക്കിയില്ലേ, ഡെസ്ക് ഉണ്ടാക്കിയില്ലെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ആവും സുഹൃത്തുക്കളെ. 2 ആഘോഷമേ ഉള്ളൂ എന്ന് റസൂലുള്ള നിശ്ചയിച്ചു പോയിട്ട് മൂന്നാമത്തൊരാഘോഷം ഉണ്ടാക്കുമ്പോൾ അതിന് തെളിവ് വേണം. എത്ര മാന്യമാണ് ആ ചോദ്യം! മൂന്നാമത്തൊരു ദിവസം നമ്മളെ കുട്ടികൾക്ക് പുത്തനുടുപ്പിട്ട് ചോറും വെച്ചിട്ട് പള്ളിക്ക പരിപാടി നടത്തണമെങ്കിൽ എന്ത് വേണം? അതിന് അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിക്കണം. എത്ര ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു മദീനത്ത്? ആ ആഘോഷങ്ങൾ ഇന്ന് മുഴുവനും നിർത്തലാക്കിയിട്ട് 2 ആഘോഷങ്ങളിൽ ചുരുക്കി നിശ്ചയിച്ചു കൊടുത്തു. അതേ അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്നവരെ നടത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് മാന്യമായ ചോദ്യം. അള്ളാഹുവിന്റെ റസൂൽ മാതൃക കാണിക്കാത്ത, നമുക്ക് കാണിച്ചു തരാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ബിദ്അത്താണ്, ഗൗരവപരമായ കാര്യമാണ്. നരകത്തിൽ പോകുമെന്നൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിദ്അത്താണ്. അതിൽ പങ്കെടുക്കുന്നവരും അതിൽ പൈസ കൊടുക്കുന്നവരും അതിൽ വിളിക്കുന്നവരൊക്കെ ആലോചിക്കും.